അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താ അറിയോ, നമ്മുടെ ഗാറിൻ്റെ ടാങ്കിന് കാനിസ്റ്റർ ഫിൽറ്ററും അല്ലെ ഒരു ഫിൽറ്ററും വെച്ചിട്ടില്ല, ജസ്റ്റ് സ്പോഞ്ച് ഫിൽറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അറിയാലോ, ഗാറിന് സ്പോഞ്ച് ഫിൽറ്റർ മാത്രമൊന്നും പോരാ, നമ്മൾ നല്ല സൂപ്പർ ഫിൽറ്റർ തന്നെയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ വെക്കുന്ന ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് പൈസയുള്ളൊരു ഫിൽറ്ററാണ്. ഇത് ഫ്ലുവലിൻ്റെ FX4 എന്ന് പറഞ്ഞ കാനിസ്റ്ററാണ്. ഈ കാനിസ്റ്ററിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ഇതിൽ ഒരുപാട് മീഡിയ സ്ഥലമുണ്ട്, മീഡിയ വെക്കാൻ ഒരുപാട് സ്ഥലമുണ്ട്. 2 ചേംബർ മീഡിയക്കും 4 ലെയർ സ്പോഞ്ചസും പിന്നെ എറൗണ്ട് ദ മീഡിയ, അതൊരു പ്രത്യേക രീതിയിലാണ് ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ ഇവിടെ ഇങ്ങനെ കാണിച്ചു തരാം. എറൗണ്ട് മീഡിയ പിന്നെ കോർസ് സ്പോഞ്ച് വെക്കാനുള്ളൊരു സിസ്റ്റം ഉണ്ട്. അത് വെക്കാനില്ല, സ്പോഞ്ച് ഓൾറെഡി അതിനകത്തുണ്ട്. അപ്പോൾ വെള്ളം ഇതിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഇതുവഴി കംപ്ലീറ്റ് അരിച്ചിട്ട് മാത്രമേ ഈ മീഡിയൻ്റെ സൈഡിലേക്ക് എത്തുള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി അരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഫിൽറ്റർ ഫ്ലോസും കൂടെ വെച്ച് ഇതിനെ കംപ്ലീറ്റ് പോളിഷ് ചെയ്തിട്ടാണ് മേലോട്ടിങ് എടുക്കുന്നത്. എല്ലാ മെക്കാനിക്കൽ ഫിൽട്രേഷനും ബയോളജിക്കൽ ഫിൽട്രേഷനും കെമിക്കൽ ഫിൽട്രേഷനും എന്ന് വേണ്ട എല്ലാ ഫിൽട്രേഷനും അതിനകത്ത് നടന്നു. കണ്ണാടി ചില്ല് പോലത്തെ വെള്ളമാണ് ടാങ്കിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ടാങ്കിനുള്ള ഈ ഫിൽറ്ററിനുള്ള വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ സാധാരണ കാനിസ്റ്റർ ഫിൽറ്റർ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു തലവേദന പിടിച്ച പണിയാണ്. ഞാൻ ഒരിക്കൽ അരോണേൻ്റെ കാനിസ്റ്റർ ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്നത് കാണിച്ചായിരുന്നു. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ക്ലീൻ ചെയ്യാൻ എടുത്ത് വെച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ ഭൂം എന്ന് പറഞ്ഞ് വെള്ളം മുഴുവൻ പുറത്തേക്ക് വരും. അപ്പോൾ ആദ്യം ഒരു വലിയ പാത്രത്തിനകത്ത് വെച്ച് ഇത് തുറന്ന് അതിൻ്റെ സ്മെല്ലും അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ വേസ്റ്റ് കാര്യങ്ങളെല്ലാം എടുക്കുന്നതൊക്കെ വലിയ പാടാണ്. ഇവിടെ ആ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് ഞാൻ കാണിക്കാം. ഇതിനെന്താണെന്നറിയോ, താഴെ ഒരു പോണ്ട് ഫിൽറ്ററിനൊക്കെ ഉണ്ടാകുന്നത് പോലെ ഒരു നോബുണ്ട്. ആ നോബ് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ വേസ്റ്റ് ഫുള്ള് പുറത്തേക്ക് അങ്ങ് പോകും. ഈ വേസ്റ്റുകളെല്ലാം മെക്കാനിക്കൽ ഫിൽട്രേഷൻ കഴിഞ്ഞാൽ അവിടെയാണ് നിൽക്കുന്നത്. കംപ്ലീറ്റ് വേസ്റ്റ് പോകും. ഒന്നും വേറെ ഒന്നും ഉണ്ടാവില്ല. അവിടെയൊക്കെ മൈന്യൂട്ടായിട്ടുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇടയിലിടയിൽ കാനിസ്റ്റർ തുറക്കുന്ന ഒരു പരിപാടി ഇതിന് വേണ്ട. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ കുറച്ച് പാടുണ്ട്. ആദ്യം ഇത് സാധനങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യുന്നത് നമുക്ക് ആദ്യം നോക്കാം. ഇത് സെറ്റ് ചെയ്യുന്നത് മാത്രമാണ് ഇതിലൊരു പണി. അപ്പോൾ ഇതിന് ഈ ഒരു 2 റിംഗ് സിസ്റ്റമാണുള്ളത്. ഇതൊരു ട്രേസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെപ്പറേറ്റ് ട്രേകൾ കണ്ടില്ലേ, ഇങ്ങനെ ട്രേ. ഫസ്റ്റ് ഒരു കോർ സ്പോഞ്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊരു ട്രേ കിട്ടും. ആ ട്രേയിലാണ് ആ കോർസ് സ്പോഞ്ച് വരുന്നത്. ആക്ച്വലി ഈ സ്പോഞ്ചിൻ്റെ ഈ ഒരു ട്രേയുടെ അടിയിലായിട്ടാണ് മെയിൻ മീഡിയ ട്രേ നിൽക്കുന്നത്. അതിനകത്ത് നമ്മളിപ്പോൾ സെറാമിക് റിങ്സ് ആണ് ഇട്ടിട്ടുള്ളത്. ഈ ഒരു സെറാമിക് റിങ്സ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബയോബോൾ മിക്സോ അങ്ങനെയുള്ള എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഇത് നമ്മൾ മുമ്പ് സെറ്റ് ചെയ്തതായതുകൊണ്ട് അതിൻ്റെ താഴെ നമ്മളൊരു ഫിൽറ്റർ ഫ്ലോസിൻ്റെ ലെയർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലാണ് ഈ സൈഡിലുള്ള സ്പോഞ്ച് വഴി കയറി അഥവാ വന്നു കഴിഞ്ഞാൽ വേസ്റ്റൊക്കെ കണ്ടില്ലേ, ഫൈനായിട്ടുള്ള വേസ്റ്റ് എല്ലാം അതിൽ നിൽക്കും. അപ്പോൾ അത് നമ്മൾ ഓരോ തവണ മാറ്റുമ്പോഴും അത് മാത്രമാണ് നീക്കം ചെയ്യേണ്ടത്. വേറൊരു കാര്യം ഇതിന് മാറ്റാനില്ല. അപ്പോൾ ഏതായാലും നമുക്ക് ഈ 2 ട്രേയിലുള്ള ഇതുണ്ട്. ഇതിൻ്റെ സ്പോഞ്ചിന് ഒരു ചെറിയ വ്യത്യാസമുണ്ട്, പക്ഷേ എല്ലാം സംഭവം സെയിം തന്നെയാണ്, കോർസ് സ്പോഞ്ചാണ്. അപ്പോൾ ഈ ഒരു സ്പോഞ്ച് എടുത്ത് ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് റിൻസ് ചെയ്ത് വെച്ചാൽ മതി. അത് അതിനായിട്ടാണ് ആ ട്രേ ഉള്ളത്. അതിനുശേഷം താഴെയും സെറാമിക് റിങ്സും ബയോബോൾസ് അതുപോലുള്ള സാധനങ്ങളെല്ലാം ഇടാനുള്ള സൗകര്യമുണ്ട്. ഇത് ശരിക്കും മേലെയുള്ള ട്രേയിൽ വേണമെങ്കിൽ നമുക്ക് കാർബണോ അതുപോലുള്ള ഒരു കെമിക്കൽ ഫിൽട്രേഷൻ മെറ്റീരിയൽ വേണമെങ്കിൽ ഇടാം, ആക്ടിവേറ്റഡ് കാർബണോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ. പക്ഷേ നമ്മളിപ്പോൾ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല. ആക്ടിവേറ്റഡ് കാർബൺ കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കാര്യം ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്യാഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ഈ 2 ഫിൽറ്റർ ഫ്ലോസ് ഇപ്പോൾ സെപ്പറേറ്റ് മാറ്റി പുതിയ ഫിൽറ്റർ ഫ്ലോസ് വെക്കണം. അതുപോലെ ഇതിൻ്റെ സൈഡിലുള്ള ഈ ഫിൽറ്റർ നമ്മൾ ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചതാണ്. അത് ക്ലീൻ ചെയ്യുന്നതൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. അത് മുൻകൂട്ടി ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി വെച്ചാണ്. കാരണം ഇതിപ്പോൾ നമ്മളൊരു പുതിയ ടാങ്കിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പോവാണ് പുതിയതായിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള ടാങ്കിൽ നിന്നുള്ള മീഡിയ എടുത്തിട്ട് കഴിഞ്ഞാൽ കുറച്ച് പെട്ടെന്ന് സൈക്ലിംഗ് ഒക്കെ നടക്കും. പക്ഷേ ഓൾറെഡി ഇപ്പോൾ നമ്മുടെ ടാങ്ക് സെറ്റ് ചെയ്ത് സ്പോഞ്ച് ഫിൽറ്റർ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് ഇപ്പോൾ ഇതിന് അതുപോലെ പഴയ ടാങ്കിൽ നിന്നും എടുത്ത് വെക്കാത്തത്. അപ്പോൾ ഈ ഒരു ടാങ്ക് കണ്ടില്ലേ, ഇത് നല്ല വലുപ്പമുള്ളൊരു ടാങ്കിനകത്താണ് ഈ ഒരു സെപ്പറേറ്റ് ട്രേകളായിട്ട് ഇത് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ഫിൽട്രേഷൻ സിസ്റ്റത്തിൽ, അതായത് ഇപ്പോൾ സൺസൺ കാനിസ്റ്റർ ഫിൽറ്ററിലൊക്കെ നടക്കുന്നത് പോലെ അല്ലാതെ ഒരു അഡീഷണൽ സറൗണ്ടിങ് ഫിൽറ്ററാണ് ഇതിന് വരുന്നത്. അപ്പോൾ അതാണ് ഒരു മെയിൻ ബെനിഫിറ്റ്. പിന്നെ താഴെ കാണുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു ക്ലീനിങ് ഹോസ്, ഒരു ക്ലീനിങ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഫിൽറ്റർ ഫ്ലോസ് കട്ട് ചെയ്ത് നമുക്ക് ഈ ഒരു ലെയറിന് കറക്റ്റായിട്ട്, അതായത് ആ ഒരു റൗണ്ട് നമ്മൾ മീഡിയ ആഡ് ചെയ്യുന്നതിന് മുമ്പ് മീഡിയ ട്രേയിൽ ഒരു ലെയർ ഈ ഫിൽറ്റർ ഫ്ലോസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആയിരിക്കും. നമ്മൾ സൺസൺ കാനിസ്റ്റർ ഫിൽറ്റർ സെറ്റ് ചെയ്തപ്പോൾ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ ട്രേ എടുത്ത് ആ ഒരു ട്രേക്ക് കറക്റ്റായിട്ടുള്ള അളവിൽ ഇത് മുറിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റായിട്ട് അതിലത് ഇരിക്കും. അങ്ങനെയാണെങ്കിൽ സൈഡിലേക്കൊന്നും വരില്ല. സൈഡിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത് തള്ളി നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക, ഈ ഫിൽറ്റർ ഫ്ലോസിൻ്റെ ആ
നേരിയ നാരുകളല്ലേ, അത് അവിടെ ഇവിടെയൊക്കെ കട്ട പിടിച്ച് അത് ഒരു ബ്ലോക്ക് വരാനുള്ളൊരു സാഹചര്യം നമ്മളായിട്ട് ഉണ്ടാക്കരുത്. അതിന് വേണ്ടിയാണ് അതൊരു കറക്റ്റ് ഷേപ്പിൽ, അതിൻ്റെ ട്രേയുടെ ഷേപ്പ് എന്താണോ ആ ഒരു ഷേപ്പിൽ തന്നെ അതിലേക്ക് പൂർണ്ണമായിട്ട് ഇറക്കി വെക്കുക. എന്നിട്ട് നമ്മുടെ ഈ കോഴ്സ് സ്പോഞ്ചിൻ്റെ ട്രേ അതിന് മേലെ വരുന്ന പോലെയാണ് വെക്കേണ്ടത്. അപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ നമ്മൾ ഈ വെള്ളം ഇതിലേക്ക് വരുമ്പോൾ തന്നെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് അരിച്ചിട്ടാണ് വരിക. അതിനുശേഷം ഇതിലുള്ള ബയോളജിക്കൽ മീഡിയ വഴി കയറി ഇറങ്ങുന്നു. അപ്പോൾ ഈ അറിയാലോ, അമോണിയ വന്ന് നൈട്രേറ്റ് ആയിട്ടും പിന്നെ നൈട്രേറ്റ് ആയിട്ടും മാറ്റുന്നത് ഈ ഒരു സിസ്റ്റത്തിലാണ്. അതിനുശേഷം വീണ്ടും പെർഫെക്റ്റ് ആയിട്ടൊരു ഫിൽട്രേഷൻ കൂടി നടക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ലെയർ നമ്മൾ വീണ്ടും വെക്കുന്നത്. അതിനുശേഷം ഇതേ സംഭവം, ഇതേ ഒരു ലെയർ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഒന്നാമത്തെ ലെയറാണ് നമ്മളിപ്പോൾ സെറ്റാക്കിയത്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ലെയറിലും ഇതേ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് എന്താ പറയുക, ഈ ഒരു മീഡിയക്ക് പകരം നമുക്ക് വേറെ മീഡിയ വേണമെങ്കിലും വെക്കാം. ഞാൻ പറഞ്ഞതുപോലെ കാർബണോ അതുപോലെയുള്ള എന്തെങ്കിലും വേണമെങ്കിലും നമുക്ക് വെക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ ഇതിലും ഇതേ സംഭവം തന്നെയാണ് വെക്കുന്നത്. കാർബൺ നമ്മൾ ഇതിലെവിടെയും വെക്കുന്നില്ല. അപ്പോൾ അതിൽ ചെയ്തിട്ടുള്ള അതേപോലെ തന്നെ നമ്മൾ വീണ്ടും സ്പോഞ്ച് കട്ട് ചെയ്ത് ആ ഒരു ഷേപ്പിലേക്ക് അതിനെ മടക്കി. ഈ സ്പോഞ്ച് കുറച്ച് ഈസി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാത്തത്. ഇത് ഈ ഒരു നമ്മുടെ നാട്ടിലെ തലയിടയിലൊക്കെ ഫില്ല് ചെയ്യുന്ന പോലത്തെ ഒരു മെറ്റീരിയലാണ്. അതുകൊണ്ടാണ് ഇത് അതിലേക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നിൽക്കും. കണ്ടില്ലേ, ഇനി നമ്മൾ അതിലേക്ക് അത് ഫില്ല് ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ വീണ്ടും ആദ്യം ചെയ്തതുപോലെ തന്നെ ഈ കോഴ്സ് സ്പോഞ്ച് ഇതിൻ്റെ മേലെ വെക്കുന്നു. കോഴ്സ് സ്പോഞ്ച് ഇതിൻ്റെ മേലെ വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് അത് കറക്റ്റായിട്ട് ഇരിക്കും. അതിനാണ് ആ ഒരു സെപ്പറേറ്റ് സിസ്റ്റം, ഒരു ട്രേ സിസ്റ്റമാണിത്. ഇനി ഇത് കണ്ടില്ല, അതിൻ്റെ ആ ഒരു വെഡ്ജസ് കറക്റ്റായിട്ട് ആ പൈപ്പിന് വന്നു കഴിഞ്ഞാൽ ഓക്കെ, അത് പുറത്തേക്കുള്ള ഔട്ട്ലെറ്റ് പൈപ്പാണ്. ഇൻലെറ്റ് പൈപ്പ് ഇപ്പുറത്തെ സൈഡിലാണ് വരുന്നത്. അതിൻ്റെ കവറിൽ, അതായത് അതിൻ്റെ മൂടിയിലാണ് അത് വരുന്നത്. അത് ആണ് വെള്ളം മേലോട്ട് വലിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 2 പൈപ്പുകളാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പോൾ നമ്മൾ കാനിസ്റ്റർ, സൺസൺ കാനിസ്റ്ററൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പൈപ്പ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത് തന്നെ ഒരു പൈപ്പ് ഷേപ്പിലല്ല വരുന്നത്. അതൊരു ജസ്റ്റ് ഒരു ഹോള്, അതിലേക്ക് UV ഫിൽറ്റർ, UV ബൾബ് അതിലേക്ക് ഇറങ്ങി നിൽക്കുന്ന പോലത്തെ ഒരു സിസ്റ്റമാണ് സൺസൺ കാനിസ്റ്ററിലൊക്കെ കാണുന്നത്. എന്നാൽ ഇതിൽ ഈ ഒരു സിസ്റ്റത്തിലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ മൂടിയിൽ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മുടെ സൺസൺ കാനിസ്റ്ററിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ മൂടിയിൽ മോട്ടറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. മോട്ടർ കണ്ടില്ലേ, താഴെയാണ് അതിൻ്റെ മോട്ടർ വരുന്നത്. താഴെ നിന്നാണ് അതിൻ്റെ പവർ മേലോട്ട് കൊടുക്കുന്നത്. മൂടിയിൽ ഒരു കാര്യമില്ല, ജസ്റ്റ് മൂടി മാത്രം. മൂടിയിൽ നിന്ന് ഈ 2 ഔട്ട്ലെറ്റ് ഇൻലെറ്റ് പൈപ്പ് മാത്രം വരുന്നത്. അതുപോലെ ക്ലോസ് ചെയ്യുന്ന സിസ്റ്റം വളരെ സ്ട്രോങ് ആയിട്ട് പെർഫെക്റ്റ്ലി ഒരു ലീക്ക് പോലും വരാതിരിക്കാൻ വേണ്ടി എത്ര ക്ലിപ്പാണ് നോക്കൂ, 2, 4, 6, 8 ക്ലിപ്പും അത് ഈക്വലായിട്ട് തന്നെ ഓരോ സൈഡായിട്ട് കുറച്ച് ടൈറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരു സൈഡ് ഫുൾ ടൈറ്റ് ചെയ്ത് അടുത്ത സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ആ സൈഡിൽ വല്ല വിള്ളലോ പൊട്ടലോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓരോന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊണ്ടുവരിക. എല്ലാം ഒന്ന് ഹാഫ് ടൈറ്റ് ആക്കുക. അതിനുശേഷം വീണ്ടും ഒരു 25% ഇൻക്രീസ്, അങ്ങനെ ടോട്ടലി കംപ്ലീറ്റ് ആയിട്ട് ടൈറ്റ് ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് ഒരു ലീക്ക് ഉണ്ടാവില്ല. ഇനി അടുത്തത് ഇതിൻ്റെ ഹോസ് കണക്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. ഇതിൻ്റെ ഹോസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു PVC ഹോസ് അല്ല. ഇത് റിഡ്ജഡ് ആയിട്ടുള്ള, വളരെ ഇങ്ങനെ റിഡ്ജസ് ആൻഡ് ഫെറോസ് കാണാം, അത് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ. അങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. പെർഫെക്റ്റ് ലോക്കാണ്. ജസ്റ്റ് നമ്മളത് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, ലോക്കായി. പിന്നെ വേറെ ഒരു കറക്കലും തിരിക്കലൊന്നും ഇതിനകത്തില്ല. ജസ്റ്റ് ലോക്ക് ചെയ്യുന്നു, ഫിക്സ്. എന്നിട്ട് അതിൻ്റെ ഓപ്പൺ ക്ലോസ് നോബ് കണ്ടില്ലേ, ഈ ഓപ്പൺ ക്ലോസ് നോബ് നമ്മൾ ഓപ്പൺ പൊസിഷനിലേക്ക് വെക്കുക. എന്നാൽ മാത്രമേ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഉള്ളിലേക്ക് എത്തുള്ളൂ. അതുപോലെ വെള്ളം പുറത്തേക്ക് വരാനും. ഈ ഔട്ട്ലെറ്റിന് ഉള്ള നോബാണ് കുറച്ച് കൂടുതൽ, പൈപ്പാണ് കുറച്ച് കൂടുതൽ ലെങ്ത് ഉള്ളത്. ഇത് നമ്മളൊന്നിങ്ങനെ തിരിച്ച് കാണിക്കുകയാണ്. ഇത് തിരിച്ചു കഴിഞ്ഞാലും അതിന് ആക്ഷനൊന്നുമില്ല, കാരണം ഇത് അതിലേക്ക് വീഴുമ്പോൾ തന്നെ അതിന് ലോക്കായി. ഔട്ട്ലെറ്റ് പൈപ്പിനാണ് നീളം കൂടുതലുള്ളത്. കാരണം അത് നമ്മുടെ ഒരു സൈഡിൽ നമ്മളിത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അക്വേറിയത്തിനെ വേണമെങ്കിൽ ചുറ്റി ബാക്ക് സൈഡിൽ, അതായത് അതർ സൈഡിൽ വേണം ഈ ഔട്ട്ലെറ്റ് പൈപ്പ് വരാൻ. കാരണം ഇല്ലെങ്കിൽ ഈ വീഴുന്ന വെള്ളം തന്നെ തിരിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സൗകര്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ കണക്ഷൻ വർക്കൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത ഒരു ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൻ്റെ ഒരു ഇൻലെറ്റും ഔട്ട്ലെറ്റും ഇതിലേക്ക് കണക്ട് ചെയ്യുന്നു. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്ലംബിംഗ് വർക്ക് കഴിഞ്ഞു എന്ന് പറയാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്കിത് ടാങ്കിന് സെറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് സെപ്പറേറ്റ് ക്ലിപ്പും സൗകര്യങ്ങളെല്ലാം വളരെ ഈസി ആയിട്ടുണ്ട്. ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ എന്നൊക്കെ പറയുമ്പോഴാണ്, അത് അതിലേക്ക് കണക്ട് ചെയ്ത് സ്വിച്ച് ഇട്ടാൽ മാത്രം മതി. നമ്മൾ വെള്ളം ഒഴിക്കോ പിടിക്കോ ഒന്നും വേണ്ട. ഈ ഫ്ലുവലിൻ്റെ ഒരു ഇൻസ്റ്റാളേഷനും അതിൻ്റെ ഒരു വർക്കിംഗ് ഒക്കെയാണ് നമ്മളിപ്പോൾ ഇന്ന് കണ്ടത്. അപ്പോൾ നമ്മുടെ ഗാർ ആശാമാരൊക്കെ നല്ല ആക്റ്റീവാണ്. ഇനിയിപ്പോൾ ഇത്രയും വലിയൊരു ഫിൽറ്ററും കൂടെ കിട്ടിയ സ്ഥിതിക്ക് സംഗതി പൊളിക്കും. ടാങ്ക് പൊളിക്കുമോ? ഇല്ല, അടിപൊളിയാവും. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ നല്ല വീഡിയോ കാണാം. ബൈ ബൈ.